ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ 1-2 അപ്ഡേറ്റുകൾ നോക്കുന്നുണ്ട്. എന്തായാലും ആ ഒരു വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഒരു 2 സെക്കൻഡ് സമയം മാത്രം മതി ഈ ഒരു ചാനൽ ലൈക്കും അതുപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യുക. സോ എല്ലാവരും ഇതൊക്കെ ഒന്ന് ചെയ്തിട്ട് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഈസ്റ്റ് ബംഗാൾ എഫ്സിയുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു അപ്ഡേറ്റ് ആണ്. അതായത് നമ്മുടെ ഈസ്റ്റ് ബംഗാൾ എഫ് സി ഒരു കേരള താരത്തെ ടീമിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ഇപ്പോൾ കേരള പ്രീമിയർ ലീഗ് കളിക്കുന്ന FC അരീക്കോടിന്റെ താരമായ മുഹമ്മദ് നസീഫിനെയാണ് ഇപ്പോൾ ഈസ്റ്റ് ബംഗാൾ ടീമിലേക്ക് എത്തിച്ചിരിക്കുന്നത്. താരത്തിന്റെ പ്രായം എന്ന് പറയുന്നത് 19 വയസ്സാണ്. അവർ RFDL ടൂർണമെന്റ് പങ്കെടുക്കാൻ പോവുകയാണ്. സോ അതിലേക്ക് അവരുടെ യൂത്ത് ടീമിലേക്ക് ആഡ് ചെയ്തിരിക്കുകയാണ്. അദ്ദേഹത്തെ ഏതായാലും മികച്ച പെർഫോമൻസ് കാഴ്ച ഉറപ്പായിട്ടും അദ്ദേഹത്തെ സീനിയർ ടീമിലേക്ക് കൊണ്ടുവരും. അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് മിലോസ് ഡ്രിഞ്ചിച്ചുമായിട്ട് ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റ് ആണ്. അതായത് ഒരു യൂട്യൂബ് ചാനലിൽ ചോദിച്ചിരുന്നു, അതായത് ദിമിയുടെ അതുപോലെ തന്നെ ലൂണയുടെ ഒക്കെ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യുമെന്ന് പറഞ്ഞ് കേൾക്കുന്നുണ്ടല്ലോ, എന്തായി നമ്മുടെ ഡ്രിഞ്ചിച്ചിൻ്റെ കാര്യമെന്ന്. അപ്പോൾ അതിൻ്റെ മറുപടി എന്ന് പറയുന്നത് മിലോസ് ഡ്രിഞ്ചിച്ചിൻ്റെ കോൺട്രാക്ട് കേരള ബ്ലാസ്റ്റേഴ്സ് നേരത്തെ തന്നെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടല്ലോ എന്നാണ്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട്? മിലോസിൻ്റെ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്ത് നല്ല കാര്യമാണ്, മോശം കാര്യമാണ്? എൻ്റെ ഒരു അഭിപ്രായത്തിൽ അദ്ദേഹം 85 മിനിറ്റ് കഴിഞ്ഞാൽ കുറച്ച് ടയേർഡായിട്ട് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിന് 23 വയസ്സേ ഉള്ളൂ. എന്നാലും അദ്ദേഹം ആ ഒരു ഇൻഎക്സ്പീരിയൻസ് ഒന്നും കാണിച്ചില്ല. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കളിച്ചിട്ടുണ്ട്. എന്തായാലും മിലോസ് അതുപോലെ മാർക്കോ ലെസ്കോവിച്ച്, ഇവരെ രണ്ടുപേരെയും കമ്പയർ ചെയ്ത് ആലേ നിലനിർത്തണമെന്ന് ചോദിച്ചാൽ ഞാൻ പറയും മാർക്കോ ലെസ്കോവിച്ച് എന്ന്. ബട്ട് മിലോസും ഒരു നല്ല ഓപ്ഷൻ തന്നെയാണ്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ ഉറപ്പായിട്ടും പറയുക.